ഞങ്ങൾ മൈനസ്മാരി പഠിക്കുമ്പോൾ ഞങ്ങളുടെ വൈസ് ഡയറക്ടർ ഒരു ചേതക്കിൻ്റെ സ്കൂട്ടറുണ്ട്. അപ്പോൾ അച്ഛൻ്റെ സ്കൂട്ടർ വളരെ കൗതുകത്തോടു കൂടി ഞങ്ങൾ നോക്കി നിൽക്കാറുണ്ട്. അച്ഛൻ തന്നെയാണ് അതിൻ്റെ മെക്കാനിക്കും ഡ്രൈവറും എല്ലാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ എനിക്ക് കരുണാലയത്തിൽ കുർബാനയുണ്ട്, അപ്പോൾ നിഖിൽ എൻ്റെ കൂടെ വരണം, എൻ്റെ കുർബാനയ്ക്ക് ഓൾട്ടർ ബോയ് ആയിട്ട് കൂടണം. എനിക്ക് ഏറെ സന്തോഷമായി. കുറേ നാളുകൾക്ക് ശേഷം സെമിനാരിൽ നിന്ന് പുറമേ ഒരു സ്ഥലത്തേക്ക് കുർബാനയ്ക്കായിട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ഏറ്റവും പുതിയ വൈറ്റ് ഷർട്ടൊക്കെ എടുത്ത് നല്ലവണ്ണം തേച്ച് നല്ല ടിപ്പ് ടോപ്പായിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ യാത്ര ആരംഭിച്ചു. അങ്ങനെ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിയിൽ പെട്ടെന്ന് സെമിനാരിയുടെ എത്താറായപ്പോൾ ഒരു വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ ഒരു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ലീക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അച്ഛൻ അപ്പോൾ തന്നെ വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, നിഖിലേ, ഇത് എവിടെ പൈപ്പ് പൊട്ടി കിടക്കണണ്ട. ഞാൻ പറഞ്ഞു, അച്ഛാ കണ്ടു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വാട്ടർ അതോറിറ്റിക്കാരെ വിവരം അറിയിക്കാം. അച്ഛൻ പറഞ്ഞു, അവർ വരാൻ ഒത്തിരി സമയമെടുക്കും, അപ്പോഴേക്കും വെള്ളമൊക്കെ കുറേ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അപ്പോൾ എന്താ ചെയ്യാം, ഇത് നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വെച്ചാൽ നമുക്ക് സെമിനാരിൽ പോയിട്ട് ഈ വെള്ള ഡ്രസ്സൊക്കെ മാറിയിട്ട് ജേഴ്സി ഇട്ടുകൊണ്ട് വരാം, എന്നിട്ട് നമുക്കിത് ശരിയാക്കാം. അച്ഛൻ പറഞ്ഞു, അതും വീണ്ടും സമയം പോലെ. അച്ഛൻ സ്ഥിരമായിട്ട് അച്ഛൻ്റെ വണ്ടിയുടെ ഡാഷ് ബോക്സിനകത്ത് സീറ്റിൻ്റെ അടിയിൽ സൂക്ഷിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. സ്പാനർ, ആക്സോ ബ്ലേഡ്, പൈപ്പ് പൊട്ടിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ വണ്ടിയുടെ ഉള്ളിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അച്ഛനിത് പറഞ്ഞു. അച്ഛൻ എന്നിട്ട് പതുക്കെ ലോഹ ഇങ്ങനെ മടക്കി കുത്തി അച്ഛൻ പതുക്കെ ഇറങ്ങി. എൻ്റെ പുതിയ വൈറ്റ് ഷർട്ടാണ്, മനസ്സോടെ ആണെങ്കിൽ പോലും ഞാനും കൂടെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ പൈപ്പ് മുറിഞ്ഞ ഭാഗം മുറിച്ച് മാറ്റി പുതിയ കഷ്ണം അവിടെ എടുത്ത് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അച്ഛൻ എന്നോട് ചോദിച്ചു, നിഖിൽ ഇപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. പുതിയൊരു വൈറ്റ് ഷർട്ട് നല്ല മഞ്ഞ നിറമായി കഴിയുമ്പോൾ ഏതൊരു മനുഷ്യരോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണുള്ളത്. ഞാൻ അച്ഛനെ ഒരു വല്ലാത്ത നോട്ടം നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പുതിയ വൈറ്റ് ഷർട്ട് ഈ കോലായി, ഇനി എന്ത് തോന്നാൻ അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നിഖിലേ, നമുക്ക് നൽകിയിരിക്കുന്ന വെള്ളക്കുപ്പായം നന്മ ചെയ്യാനുള്ള തടസ്സമല്ല, അത് നന്മ ചെയ്യാനുള്ള ലൈസൻസാണ്.